अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما यकीनन अल्लाह और उसके फरिश्ते नबी पर रहमत भेजते हैं। ऐ वो लोगों जो ईमान लाए हो, അള്ളാഹുവും അവന്റെ മലക്കുകളും നബിക്ക് അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. വിശ്വാസികളെ, അദ്ദേഹത്തിന് അനുഗ്രഹവും ശാന്തിയും സമാധാനവും ലഭിക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ആയത്ത് വ്യക്തമാക്കുന്നത് അല്ലാഹു തആല തന്റെ പ്രവാചകനിൽ തന്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മലക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയായിരിക്കെ വിവിധ മാർഗങ്ങളിലൂടെ വിവിധ രീതിയിൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ തടയാനും വിജയത്തെ തടയാനും ശ്രമിക്കുന്നുണ്ട്. അവരൊരിക്കലും വിജയിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റസൂൽ തിരുമേനിയെ പരിഹാസപാത്രമാക്കാൻ ശ്രമിക്കുന്നവർ അതിൽ വിജയിക്കും എന്ന് മനസ്സിലാക്കുന്നു. അവര് അന്ധന്മാരുടെ സ്വർഗത്തിലാണ് വസിക്കുന്നത്. അവരുടെ ഈ പ്രയത്നങ്ങൾ, ഈ പരിശ്രമങ്ങൾ അള്ളാഹുവിന്റെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഒരു നഷ്ടവും വരുത്തിവെക്കുന്നതല്ല. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയച്ചത്, അത് കരസ്ഥമാക്കാൻ അള്ളാഹുവിന്റെ ഫضലോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനായി തിരുനബിയുടെ പ്രിയ പ്രേമിയെ അയച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനത്തെ പ്രചരിപ്പിക്കാൻ പുതിയ പുതിയ കവാടങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ എല്ലാ കാലത്തേക്കും
എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകനായി അയച്ചിരിക്കുന്ന പ്രവാചകൻ. അദ്ദേഹത്തെ സഹായിക്കാനുള്ള എല്ലാ സാമഗ്രികളും അള്ളാഹു തന്റെ ഫضലോടും തന്റെ കാരുണ്യത്തോടും സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ എതിരാളികൾ മുമ്പും വിജയിച്ചിട്ടില്ല, ഇനി വിജയിക്കുകയുമില്ല. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനോ അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനത്തിനോ ഭൗതികമായ എന്തെങ്കിലും പ്രവർത്തനം നഷ്ടം വരുത്തുമെന്ന്, എന്നാൽ ഒരു യഥാർത്ഥ മുഅ്മിനോട് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന കടമകൾ എന്നുള്ളത് അള്ളാഹും അള്ളാഹുവിന്റെ മലക്കുകളും റസൂൽ തിരുമേനിയുടെ മഹത്വത്തെ ഉയർത്തുന്നതിന് വേണ്ടി ഏത് രീതിയിൽ സലാത്ത് അയച്ചുകൊണ്ടിരിക്കുന്നുവോ അതേ രീതിയിൽ നിങ്ങളും സലാത്ത് അയച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഈ പ്രിയനും സമ്പൂർണനും അവസാന പ്രവാചകനുമായ ഈ പ്രവാചകന് നിങ്ങൾ കൂടുതലായി സലാത്ത് അയച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ഉത്തരവാദിത്തമാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്കുള്ളത്. ഈ പ്രവാചകന്റെ പ്രവർത്തനത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നവരിൽ ഉൾപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ മലക്കുകളുടെയും പിന്നിൽ നിന്നുകൊണ്ട് കൂടുതലായി സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നാം അയച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ നാളിൽ ഫ്രാൻസിൽ നടന്ന സംഭവം നമുക്കറിയാം. മുസ്ലിം എന്ന് പേര് വെച്ച ആളുകൾ ഒരു പത്ര ഓഫീസിനെ ആക്രമിച്ചുകൊണ്ട് 12 ആളുകളെ വധിക്കുകയുണ്ടായി. ഇതിനെ പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ജമാഅത്തങ്ങളോട് അഹമ്മദികളോട് കൂടുതലായി സലാത്ത് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഈ കൊലയും കൊണ്ട് ഇസ്ലാം ഒരിക്കലും വിജയിക്കുകയില്ല. മറിച്ച് ഇസ്ലാം വിജയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ കൂടുതലായി സലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. മറ്റൊരു കാര്യം ഞാൻ പങ്കുവച്ചിരുന്നത്, ഇങ്ങനെയുള്ള ഈ ആക്രമണത്തിന്റെ ഫലമായി തെറ്റായ പ്രതികരണം അത് ഉണ്ടാകുന്നതാണ്. ഇവരിൽ നിന്നും നമുക്ക് അതേ പ്രതീക്ഷിക്കാൻ ഇടവുള്ളൂ. തെറ്റായ പ്രതികരണം കാണിച്ചുകൊണ്ട് ഇവർ വീണ്ടും കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. അത് വീണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി. ഓരോ യഥാർത്ഥ വിശ്വാസിയും അവർക്കിത് വേദന ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ തീവ്രവാദ പ്രവർത്തനം കൊണ്ട് എന്ത് ഫലമാണുണ്ടായത്? 2-3 വർഷം മുമ്പ് ഈ പത്രം ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തെ അത് പിന്നീട് അടങ്ങി ഒതുങ്ങിയിരുന്നതാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ ഫലമായി അത് വീണ്ടും ഉത്തേജിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ പത്രം ചെയ്ത നീചമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാശ്ചാത്യ നാടിലുള്ള വലിയ വലിയ നേതാക്കന്മാർ അതിനെ ശക്തമായി പ്രതികരിച്ചിരുന്നതായിരുന്നു, അതിനെ തിരസ്കരിച്ചതായിരുന്നു. പല ഗവൺമെന്റുകളും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ നാട്ടിലെ പത്രങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അനുവാദം നൽകില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ആ സംഭവത്തിന് ശേഷം ബുദ്ധിമാന്മാരെന്ന് പൊതുവിൽ പറയപ്പെടുന്ന ആളുകൾ, നേതാക്കന്മാര് ഈ പത്രത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും മില്യൺ കണക്കിന് ഡോളറുകളാണ് ഇവർക്ക് സഹായമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പത്രത്തിന്റെ പബ്ലിക്കേഷൻ 60,000 ആയിരുന്നു.
ഇതിനെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് ഇത് സ്വയം ഇല്ലാതായിത്തീരും എന്നുള്ളതായിരുന്നു. തീർച്ചയായും ഇതില്ലാതായിത്തീരും. എന്നാൽ മുസ്ലിങ്ങൾ എന്നു പേരുള്ള കുറച്ചു പേരുടെ ഈ പ്രവർത്തനം അത് 60,000 നിന്നും 50 ലക്ഷമാക്കി അതിന്റെ കോപ്പികൾ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഒരാഴ്ചക്കുള്ളിലാണ് നടന്നത്. കണക്ക് കൂട്ടുന്നവർ പറയുന്നത് ഈ പത്രത്തിന് ഇപ്പോൾ ഇനി 10-12 വർഷം ജീവിക്കാനുള്ള ശക്തി ലഭിച്ചു എന്നുള്ളതാണ്. 6 മാസം വരെ ഇതിന് ജീവനം ഇല്ലായിരുന്നു, അതിനു മുമ്പേ അവസാനിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് വിവിധ നാടുകളിൽ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഇസ്ലാമിന്റെ തെറ്റായിരിക്കുന്ന വീക്ഷണത്തെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് മരിച്ചു കിടക്കുന്ന ശത്രുവിനെ ജീവിപ്പിക്കുകയും കൂടി ചെയ്തു. മുസ്ലിം സംഘടനകൾ ഇസ്ലാമിന്റെ പേരിൽ അക്രമം ചെയ്യുന്ന ഈ മുസ്ലിം സംഘടനകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അധ്യാപനമാണ് ലോകരെ ഇസ്ലാമിന്റെ മടിത്തട്ടിലേക്ക് കൊണ്ടുവരിക എന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇസ്ലാം ഏതു രീതിയിൽ ക്ഷമയുടെയും ധൈര്യത്തിന്റെയും അധ്യാപനം നൽകുന്നുവോ മറ്റൊരു മതത്തിനും ഈ രീതിയിലുള്ള അധ്യാപനം നൽകാൻ സാധ്യമല്ല. ഈ ഭൗതികരായിരിക്കുന്ന ആളുകൾ അവരുടെ മതദൃഷ്ടി അന്ധമാണ്. അവര് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കുന്നില്ല. മാത്രമല്ല അവര് അള്ളാഹുവിനെ പോലും പരിഹസിക്കുന്നവരാണ്. ഈ ജാഹിലീങ്ങളായിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനം, അതിന് നാമും വിഡ്ഢിത്തപരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവരിൽ നിന്നും മുഖം തിരിച്ചു പോയി കളയുക എന്നുള്ളതാണ്. അവരുടെ സദസ്സിലിരിക്കുക എന്നതോ അവര് പറയുന്നത് ശരിയെന്ന് പറയുക എന്നുള്ളത് മാത്രമല്ല പാപം എന്ന് നാം മനസ്സിലാക്കണം. മറിച്ച് തെറ്റായ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് ഇതേ രീതിയിൽ നമ്മൾ മറുപടി നൽകുകയാണെങ്കിൽ അവര് തിരിച്ച് അള്ളാഹുവിനെ പരിഹസിക്കുന്നതാണ്, അള്ളാഹുവിനെ ചീത്ത പറയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിൽ മോശമായിരിക്കുന്ന വാക്കുകൾ അവർ ഉപയോഗിക്കുന്നതാണ്, മറ്റേതെങ്കിലും രീതിയിൽ പരിഹസിക്കുന്നതാണ്. അപ്പോഴെല്ലാം തന്നെ നമ്മൾ ഇതിന് പ്രതികരിച്ച നാം എല്ലാവരും തന്നെ ആ ഒരു പാപത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി ഇങ്ങനെയുള്ള കുൽസിത ശ്രമങ്ങളിൽ നിന്നും പിന്തിരിയേണ്ടതാണ്. ഈ കാര്യങ്ങൾ അള്ളാഹുലേക്ക് വിടേണ്ടതാണ്. അള്ളാഹു പറയുന്നത് ഇതാണ്, എന്റെയിലേക്കാണ് നിങ്ങളെല്ലാവരും തിരിച്ചു വരേണ്ടത്. അതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ ഫലമെന്താണ്, എന്താണ് അവർ പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു അവരോട് പറയും എന്ത് ചെയ്തു എന്നുള്ളത്. ഇക്കാലത്ത് ശത്രുക്കൾ ഇസ്ലാമിനെതിരിൽ വാളെടുക്കുന്നതിന് പകരം ഇത്രയും നീചമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ അധ്യാപനത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും നഷ്ടം വരുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാനമായ ഒരു കാര്യം ഇവിടെ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനത്തെ ഈ പ്രവർത്തനങ്ങൾ ഒരു രീതിയിലും ന്യൂനം വരുത്തുന്നതല്ല. നിങ്ങളുടെ പ്രവൃത്തി ഈ വ്യർത്ഥമായിരിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടാതെ ആ ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിശൂന്യമായ രീതിയിൽ മറുപടി പറയാതെ റസൂൽ തിരുമേനി നിങ്ങൾ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, ഇതാണ് നിങ്ങളുടെ ജോലി. അതിന്റെ കടമ നിറവേറ്റുക. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റി എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഈ തെറ്റായ
മാഗസിന് എതിരായിരിക്കുന്ന ആളുകൾ പലരും തന്നെ ഈ അക്രമത്തിന് ശേഷം അതിന് അനുകൂലികളായി മാറിയിട്ടുണ്ട്. ഇവരെല്ലാവരും പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ളതാണ്, എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച ഈ പത്രത്തിന്റെ പ്രവർത്തനത്തെ അത് മോശമാണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇതിന്റെ സംഘാടകരെ കുറ്റപ്പെടുത്തിയ ആളുകളുമുണ്ട്. ചാർലി എബ്ദോ എന്ന ഈ മാഗസിന്റെ ആദ്യകാല പ്രവർത്തകനായ ഹെൻറി റസൽ പറയുന്നു, ഈ പത്രം പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകൾ അത് തീർച്ചയായും മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എഡിറ്റർ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്റെ സഹപ്രവർത്തകരെ മരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഇത് തീർച്ചയായും ഞങ്ങളുടെ അടിസ്ഥാന പോളിസിക്ക് എതിരാണ്. 10-12 വർഷമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം. ഇതേപോലെ പോപ്പ് വളരെ നല്ല രീതിയിൽ ഇതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു പരിധി വേണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ അർത്ഥം എല്ലാവർക്കും എന്തും പറയാം എന്നുള്ളതല്ല. ഓരോ മതത്തിനും അതിന്റേതായ ആദരവുണ്ട്. അതിന്റെ ആദരിക്കേണ്ടത് നിർബന്ധമാണ്. ആരെയും തന്നെ നമ്മൾ ആക്ഷേപിക്കരുത്. അദ്ദേഹം തന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തിന്റെ സന്ദർശനത്തെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സുഹൃത്തിനെ സംബന്ധിച്ച് പറയുന്നു, തന്റെ അടുത്ത സുഹൃത്തിനെ സംബന്ധിച്ച്, എന്റെ മാതാവിനെ സംബന്ധിച്ച് ആ വ്യക്തി ചീത്ത പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവനെ അടിക്കുന്നതാണ് മുഖത്തേക്ക്. അദ്ദേഹം എന്നോട് അതായിരുന്നു പ്രതീക്ഷിക്കേണ്ടത്, ഞാൻ തീർച്ചയായും മുഖത്തടിക്കുമെന്നുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം പറയുകയുണ്ടായി, ആരുടെയും വികാരത്തെ നമ്മൾ വ്രണപ്പെടുത്തരുത്. അതുകൊണ്ട് ആ വികാരം വ്രണപ്പെടുത്തിയ ആളുകളുടെ തെറ്റായ നടപടിയാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകാൻ കാരണമായത്. മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള തെറ്റായ പ്രവർത്തികൾ അവരും ചെയ്യാൻ പാടില്ല. ഇക്കാലത്ത് മീഡിയ ലോകത്ത് വ്യാപിച്ചിരിക്കുന്നു. തീ കൊളുത്താനും തീ കെടുത്താനും ഫസാദ് ഉണ്ടാക്കാനും ഫസാദ് ഇല്ലാതാക്കാനും ഇവർക്ക് വലിയ പങ്കാണുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെയുള്ളൊരു സംഭവം സംഭവിച്ചപ്പോൾ UK-യിലും ലോകത്തുള്ള മറ്റു മീഡിയകളും ജമാഅത്തിനോട് നമ്മളുടെ പ്രതികരണം, വീക്ഷണം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഇത് അനിസ്ലാമികമാണ്, അതിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധി വേണം. അതല്ലെങ്കിൽ ലോകത്ത് ഫസാദ് ഉണ്ടാക്കുന്നതിനുള്ള കാരണക്കാർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നവരായിരിക്കും. ഏതായിരുന്നാലും വളരെ വിശദമായി അവിടെ പ്രസിൽ പറയുകയുണ്ടായി. നമ്മൾ UK-യിൽ സ്കൈ ന്യൂസ്, ന്യൂസ് 5, BBC റേഡിയോ, LBC, BBC ലീഡ്സ്, ലണ്ടൻ ലൈവ്, പുറത്തുള്ള ടിവികൾ ഫോക്സ് TV, CNN, കാനഡയിലെ പത്രങ്ങൾ, യൂനാൻ, അയർലാൻഡ്, ഫ്രാൻസ്, അമേരിക്ക, ഇവരെ വിവിധ പത്രങ്ങൾ നമ്മുടെ വീക്ഷണം അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവര് സ്റ്റുഡിയോയിൽ പോയി ഇന്റർവ്യൂ കൊടുത്തു. മില്യൺ കണക്കിന് ആളുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വീക്ഷണം, അധ്യാപനം ഇത് മുഖേന എത്തുകയും ചെയ്തു. അമീർ സാഹിബിന്റെ ഇന്റർവ്യൂ ഒരു TV എടുത്തിരുന്നു. അത്തൽ മുജീബ് റാഷിദ് സാഹിബിന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അമേരിക്ക, കാനഡ, ഫ്രാൻസ് വിവിധ പ്രതിനിധികൾ അവിടെയുണ്ട്. പ്രസ് ടീമുണ്ട് അവിടെ. അവരെല്ലാം സ്റ്റുഡിയോയിൽ വിളിച്ച് അവരെ ഇന്റർവ്യൂ എടുത്തു, ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അവരോട്. പത്രങ്ങൾ നമ്മുടെ വിഷയങ്ങൾ പ്രസിദ്ധീകരിച്ചു, നമ്മൾ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു, അത് സംബന്ധമായി വാർത്തകൾ നൽകി. ഏതായിരുന്നാലും വളരെ നല്ല പങ്കാണ് ഈ ടീമുകളെല്ലാം തന്നെ വഹിച്ചിരിക്കുന്നത്. അമേരിക്കയിലും കാനഡയിലും UK-യിലും എല്ലാം തന്നെ. കാനഡയുടെ ടീമിൽ അവരുടെ പത്രവുമായിട്ടുള്ള ബന്ധം, മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം കണ്ടപ്പോൾ അവിടെയുള്ള ജേർണലിസ്റ്റ് ചോദിക്കുകയുണ്ടായി,
എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുസ്ലിങ്ങളിൽ ചെറിയ വിഭാഗമാണ്, പക്ഷെ എന്നിട്ട് പോലും ഇത്രയും കൂടുതൽ അവരുടെ ഭാഗത്തു നിന്നാണ് വീഡിയോ കവറേജ് വന്നിട്ടുള്ളത്. ഇതിന് കാരണം എന്താണ്? യഥാർത്ഥ സന്ദേശം എത്തിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിധിയാണ്. ഇസ്ലാമിക അധ്യാപനത്തിന്റെ യഥാർത്ഥ മുഖം ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രിയ പ്രേമിയുടെ ജമാഅത്താണ് ലോകത്തോട് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചാണ് ഈ ജമാഅത്ത് പറയുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നതുപോലെ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ലോകത്തിന് ഈ സന്ദേശം നൽകുക, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. തെറ്റായ പ്രതികരണം കുഴപ്പമുണ്ടാക്കാൻ ഇടം നൽകുകയുള്ളൂ. ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തി നമ്മൾ ചെയ്താൽ വീണ്ടും ഒരു തീ കത്തുകയാണ് ചെയ്യുക. ഈ തീ നാനാഭാഗത്തും വ്യാപിച്ച് പന്തലിക്കുന്നതാണ്. ഇക്കാലത്ത് ഇപ്പോൾ ലോകത്തിന് അത് വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തെറ്റായ പ്രതികരണത്താൽ ലോകരെ നിങ്ങൾ ഉത്തേജിപ്പിക്കരുത്. അള്ളാഹുവിന്റെ പിടുത്തത്തെ മാടി വിളിക്കുകയും ചെയ്യരുത്. അള്ളാഹു ലോകത്തിന് ബുദ്ധി നൽകുമാറാകട്ടെ. എന്നാൽ ഒരു അഹമ്മദിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇതോടൊപ്പം ചെയ്യാനുള്ളത് അള്ളാഹു നമുക്ക് പറഞ്ഞ മാർഗത്തിലൂടെ ചലിക്കുക എന്നതുമാണ്. യാ അയ്യുഹല്ലസീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വിശ്വസിച്ചവരെ, നിങ്ങളും ഈ നബിയിൽ ശാന്തിയും സമാധാനം ലഭിക്കാനായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. എന്തുകൊണ്ട്, എന്തിന് എന്നുള്ള ചോദ്യം ഉന്നയിക്കരുത്. പൊതുവിൽ നമ്മൾ ഉന്നയിക്കാറുമില്ല. ഒരാളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്, മതപരമായ ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട്, ദ്വായുടെ ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് ഓരോ കൽപ്പനയുടെയും യുക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. എന്നാൽ അറിവ് കരസ്ഥമാക്കേണ്ടതും ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഒരു ഭാഗമാണ്. ഖുർആൻ പറയുന്നത്, ഇസ്ലാം പറയുന്നത് അറിവ് കരസ്ഥമാക്കുക, അതിന്റെ ജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതുമാണ്. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹുലേക്ക് നിങ്ങൾ മുന്നോട്ട് ഗമിക്കുകയും ചെയ്യേണ്ടതാണ്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കൽപ്പനയാണിത്, നിങ്ങളിത് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് അതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പതുക്കെ പതുക്കെ പഠിക്കാം എന്ന് കരുതിയിരിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാനുള്ള യുക്തി നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ ചില ഹദീസുകൾ, അതേപോലെ തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികൾ നിങ്ങൾ മുമ്പാകെ വെക്കുന്നതാണ്. സ്വലാത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹം ഉണ്ട് എന്ന് പറയുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ സ്നേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയം അത് മുറിവേൽക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിൽ എന്തെങ്കിലും മോശമായിരിക്കുന്ന വാക്കുകൾ പറയുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയോ ചെയ്യുമ്പോഴാണ്. എന്നാൽ ഈ സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രകടനം, അതേപോലെ തന്നെ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ഇത് സംബന്ധമായി ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ നിന്ന് എന്റെ അടുത്തുണ്ടാകുന്ന വ്യക്തി അവരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലിയ ആളായിരിക്കും.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അതിന്റെ ഫലമായി റസൂൽ തിരുമേനിയുടെ സമീപം കരസ്ഥമാക്കണമെങ്കിൽ കൂടുതലായി നമ്മൾ സലാത്ത് ചെല്ലേണ്ടതാണ്. ഹദ്റത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ഖിയാമത്ത് നാളിൽ അന്നുള്ള അപകടങ്ങളിൽ നിന്നും അപകട സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്ന വ്യക്തി എന്നിൽ ഭൂമിയിൽ വെച്ച് കൂടുതലായി സലാത്ത് അയച്ച വ്യക്തിയാണ്. എനിക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സലാത്ത് മതിയായിരുന്നു. പക്ഷേ വിശ്വാസികൾക്ക് പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ഒരു ചാൻസ് അള്ളാഹു നൽകിയിരിക്കുകയാണ് എന്റെ പേരിൽ സലാത്ത് ചെല്ലുക എന്നുള്ളത്. ദുആ ചെയ്യുന്നതിന്റെ യഥാർത്ഥ ജ്ഞാനം നൽകിക്കൊണ്ട് പറയുന്നു, ഹദ്റത്ത് ഉസാല ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അടുത്തിരിക്കുകയായിരുന്നു. ഒരാൾ വന്നു, അദ്ദേഹം നമസ്കരിച്ചു, എന്നിട്ട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹു മഗ്ഫിർലി വർഹംനി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമസ്കരിക്കുന്ന വ്യക്തി നീ ധൃതി കാണിക്കുകയുണ്ടായി. നീ നമസ്കരിക്കുമ്പോൾ എന്നിട്ട് ഇരിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക, പിന്നീട് എന്റെ പേരിൽ സലാത്ത് ചെല്ലുക, പിന്നീട് നിനക്ക് എന്ത് ദുആ വേണമെങ്കിലും ചോദിക്കുക. റാവി പറയുന്ന മറ്റൊരാൾ വന്നു, അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പേരിൽ സലാത്ത് ചൊല്ലി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അയ്യുൽ മുസല്ലി ഇസ്തജീബ്, നമസ്കരിക്കുന്ന വ്യക്തി ദുആ ചെയ്യുക സ്വീകരിക്കപ്പെടുന്നതാണ്. അബ്ദുല്ലാ ബിൻ അമർ ബിൻ ആസ് നിന്ന് റിവായത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു, നീ ബാങ്ക് കൊടുക്കുന്ന വ്യക്തി ബാങ്ക് കൊടുക്കുന്ന കേൾക്കുമ്പോൾ അതേ വാക്കുകൾ നീ ആവർത്തിക്കുക, എന്നിട്ട് അതിനുശേഷം എന്റെ പേരിൽ സലാത്ത് ചൊല്ലുക. ആരാണ് എന്റെ പേരിൽ സലാത്ത് ചൊല്ലിയത് 10 മടങ്ങ് അനുഗ്രഹങ്ങൾ അള്ളാഹുവിനിൽ ചൊരിയുന്നതാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് വസീല ആവശ്യപ്പെടുക. സ്വർഗത്തിന്റെ സ്ഥാനങ്ങളിൽ ഒരു വലിയ സ്ഥാനമാണിത്. അള്ളാഹുവിന്റെ ദാസർ ഒരാൾക്ക് മാത്രമേ ആ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഞാനായിരിക്കും ആ സ്ഥാനത്തിന് കരസ്ഥമാക്കുന്ന വ്യക്തി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീല ആവശ്യപ്പെടുന്നത്, തീർച്ചയായും അവർക്ക് ഷഫാഅത്ത് ഹലാലായിത്തീരുന്നതാണ്. ഈ സലാത്ത് റസൂൽ തിരുമേനിയുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ദുആ സ്വീകരിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ്. അതേപോലെ നമ്മുടെ പൊറുക്കലിനുള്ള ഒരു കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ദുആ ആകാശഭൂമിക്കിടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ സലാത്ത് ചെല്ലാത്തിടത്തോളം കാലം അതിന്റെ ഒരു ഭാഗം പോലും അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ഉയർത്തപ്പെടുന്നതല്ല. സലാത്ത് ചെല്ലാൻ ഏത് രീതിയിലാണ് പ്രയത്നിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തന്റെ ഒരു ശിഷ്യന് എഴുതുകയാണ്, സലാത്ത് ചെല്ലുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. തന്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആത്മാർത്ഥതയോടും താൽപര്യത്തോടും കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ബർക്കത്ത് ആഗ്രഹിക്കുക. വളരെയധികം ഉള്ളുരുക്കത്തോടെ ആഗ്രഹിക്കുക. ഈ ഉള്ളുരുക്കത്തിലും ദുആയിലും ഒരുവിധ പ്രകടനവും പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഥാർത്ഥ സൗഹൃദവും സ്നേഹവും ഉണ്ടായിരിക്കണം. യഥാർത്ഥ അർത്ഥത്തിൽ ആത്മാവിന്റെ സത്യതയോടെ തിരുനബിക്കായി സലാത്തിൽ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി തേടുക. വ്യക്തിപരമായ സ്നേഹത്തിന്റെ ഒരടയാളം ഇതാണ്. മനുഷ്യൻ ഒരിക്കലും ക്ഷീണിക്കില്ല, അലസനാവുകയുമില്ല, സ്വന്തം ദേഹേച്ഛ അതിൽ പ്രവേശിക്കുകയില്ല, സ്വന്തം ഇച്ഛകളൊന്നും അതിലുണ്ടാവുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായി മാത്രം ചൊല്ലുക. സ്വലാത്തിന്റെ യുക്തി വിവരിച്ചുകൊണ്ട് പറയുന്നു,
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ളവരുടെ ദുആയുടെ ആവശ്യമില്ല. ഹദീസിൽ നമ്മൾ ഇത് കേട്ടതാണ്. അള്ളാഹും മലക്കുകളും എനിക്ക് സലാത്ത് ചെല്ലുന്നുണ്ട്. അതിന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്നാൽ ഇതിൽ ഒരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആരാണ് വ്യക്തിപരമായ സ്നേഹത്തിൽ ആർക്കെങ്കിലും റഹ്മത്തും ബർക്കത്തും ആഗ്രഹിക്കുന്നത്, അവർക്ക് വ്യക്തിപരമായ സ്നേഹം ഉള്ളത് കാരണം ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമായി അവർ മാറുന്നു. ആർക്കെങ്കിലും വേണ്ടി റഹ്മത്തും ബർക്കത്തും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ സ്നേഹം കാരണത്താൽ ആരോടാണ് സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗമായി ഇവർ മാറുന്നു. അതുകൊണ്ട് ആർക്കു വേണ്ടിയാണോ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ വ്യക്തിക്കും ലഭിക്കുന്നു. ഏതൊരു വ്യക്തിക്കായാണോ ദുആ ചെയ്യുന്നത്, അദ്ദേഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ വ്യക്തിക്കും ലഭിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനന്തമാണ്. അതുകൊണ്ട് വ്യക്തി സ്നേഹം കാരണത്താൽ തിരുനബിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലുന്നവർക്ക് അനന്തമായ അനുഗ്രഹങ്ങൾ അവരുടെ ആവേശമനുസരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ആത്മീയമായ ഈ ആവേശത്തിന്റെയും വ്യക്തിസ്നേഹത്തിന്റെയും ഈ അനുഗ്രഹങ്ങൾ വളരെ കുറച്ചേ പ്രകടമാകുന്നുള്ളൂ. അതിനാൽ ഈ വ്യക്തിപരമായ ആവേശം ഉണ്ടാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. സ്വലാത്ത് ചെല്ലുന്നതിന് എന്തിനാണെന്ന് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ സയ്യിദും മൗലയുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധതയും കൂറും നോക്കുക. എല്ലാ രീതിയിലുമുള്ള ദുഷ്പ്രവർത്തനങ്ങളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തും പല പല പ്രയാസങ്ങളും സഹിച്ചു. എന്നിട്ടും ഒന്നും വകം വെച്ചില്ല. ഈ സത്യസന്ധതയും കൂറും കാരണമാണ് അള്ളാഹു ഫദ്ല് ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു അവന്റെ മലക്കുകളും നബിയിൽ സ്വലാത്ത് അയക്കുന്നു. വിശ്വാസികളെ, നിങ്ങളും പ്രവാചകന് സ്വലാത്ത് ചൊല്ലുക. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഉന്നതമായിരുന്നു എന്നാൽ അതിനെ വർണ്ണിക്കാനും വിവരിക്കാനും മറ്റു വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ചില്ല. അതിനെ പരിമിതപ്പെടുത്താനുള്ള പുതിയ വാക്കുകളൊന്നും അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല. വാക്ക് ലഭിക്കുമായിരുന്നു, എന്നാൽ സ്വയം ഉപയോഗിച്ചില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽപ്രവർത്തനങ്ങളുടെ വർണ്ണനം അതിരുകൾക്കപ്പുറമായിരുന്നു. അത് എല്ലാം അതിരുകൾക്കപ്പുറമായിരുന്നു. ഇങ്ങനെയുള്ള ആയത്ത് മറ്റൊരു നബിക്കും വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിൽ സത്യസന്ധതയും കൂറും ഉണ്ടായിരുന്നു. അള്ളാഹുവിന് മുമ്പിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനം വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. അത് കാരണം അള്ളാഹു എന്നേക്കുമായി ഇപ്രകാരം കൽപ്പിച്ചു, ഭാവിയിലുള്ളവർ നന്ദി പ്രകടനമെന്ന നിലയിൽ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് സ്ഥിരചിത്തതയ്ക്കും ദുആ സ്വീകാര്യതയ്ക്കും അനിവാര്യമാണെന്ന് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും അതിനെ പുതുക്കുന്നതിനും എല്ലാ നമസ്കാരത്തിലും സ്വലാത്ത് ചൊല്ലേണ്ടതാണ്. ഈ ദുആ സ്വീകരിക്കാനായി സ്ഥിരചിത്തതയുടെ ഒരു മാർഗം സ്വായത്തമാകുന്നതാണ്. സ്ഥിര ചിത്തത കരസ്ഥമാക്കാനുള്ള ശക്തമായ മാർഗമായ സ്വലാത്ത് കൂടുതലായി ചൊല്ലുക. വെറും ആചാരം എന്ന നിലയ്ക്കല്ല, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യവും ഉപകാരങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് തിരുനബിയുടെ സ്ഥാനവും മഹത്വവും വർദ്ധിക്കുന്നതിനായി, തിരുനബിക്ക് വിജയം ലഭിക്കുന്നതിനായി ചെയ്യുക. ഇതിന്റെ ഫലമായി ദുആ സ്വീകാര്യതയുടെ മാധുര്യമൂറുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളുടെ ഉയർച്ചയെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയുന്നതാണ്. അതെങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നു. ഈ കാലം എത്രമാത്രം അനുഗ്രഹപൂർണമായ കാലമാണ്. അള്ളാഹു ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ
തന്റെ ഫضല് ഒന്നുകൊണ്ട് മാത്രം. അക്കാലത്തും ഇത് എഴുതുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം സ്ഥാപിക്കാനായി അനുഗ്രഹീതമായ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുകയുണ്ടായി. അദൃശ്യ ലോകത്ത് നിന്ന് ഇസ്ലാമിനെ സഹായിക്കാനുള്ള സംവിധാനം ഒരുക്കി. അങ്ങനെ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചു. ഇസ്ലാമിന് വേണ്ടി വേദനിക്കുന്ന ഹൃദയമുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, അതിനോടുള്ള ആദരവും ബഹുമാനവും അവരുടെ ഹൃദയത്തിലുള്ളതാണ്. ഇനിയെങ്കിലും ഇതിനേക്കാളും ഭീകരമായ കാലം ഇസ്ലാമിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു തരിക. അന്ന് ഇത്രമാത്രം ആക്ഷേപങ്ങളും പരിഹാസവും തിരുനബിക്കെതിരിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഇത്രമാത്രം അവഹേളിക്കപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് മുസ്ലിങ്ങളുടെ അവസ്ഥയോർത്ത് ദുഃഖവും ഹൃദയവേദനയും ആണുള്ളത്. ചിലപ്പോൾ ഈ ദുഃഖം കാരണത്താൽ ഞാൻ അസ്വസ്ഥനായി തീരാറുണ്ട്. ഈ ഒരു നിന്ദ്യതയെ മനസ്സിലാക്കാനുള്ള ഒരു വികാരം പോലും ഇവരിൽ ഇല്ലാതായിപ്പോയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് തീരെ ബഹുമാന ആദരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എത്രമാത്രം നിന്ദ്യതയും അവഹേളനവും ഉണ്ടായിട്ടും ഒരു ആത്മീയ പ്രസ്ഥാനം ഉണ്ടാക്കേണ്ടതായിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആക്ഷേപിക്കപ്പെട്ടിട്ടും ആ ആക്ഷേപത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു പ്രസ്ഥാനത്തെ സ്ഥാപിക്കേണ്ടതായിരുന്നില്ലേ? ഇവിടെ നിങ്ങൾ വടിയെടുത്ത് തോക്കെടുത്ത് യുദ്ധത്തിനിറങ്ങണം എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു ആത്മീയ പ്രസ്ഥാനം സ്ഥാപിക്കുകയാണ് വേണ്ടിയിരുന്നത്. പറയുന്നു, ഇസ്ലാമിന്റെ ഈ എതിരാളികളുടെ വായ അടപ്പിച്ച് ആ മഹാത്മാവിന്റെ മഹത്വവും പവിത്രതയും ലോകത്ത് സ്ഥാപിച്ചു കാണിക്കുകയാണ് വേണ്ടത്. വ്യക്തമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ വായ അടുപ്പിക്കേണ്ടതാണ്, അതല്ലാതെ വെടിവെച്ചുകൊണ്ടല്ല. അള്ളാഹുവും മലക്കുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് അയക്കുന്നുണ്ട്. ഈ നിന്ദ്യതയുടെ കാലത്ത് ഈ സ്വലാത്തിന്റെ പ്രകടനം എന്തുമാത്രം സുപ്രധാനമായിരുന്നു. ഇതിന്റെ പ്രകടനത്തിനായാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. കാരണം ഈ പ്രസ്ഥാനം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് റസൂൽ തിരുമേനിയുടെ മഹത്വം പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. പറയുന്നു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനിഷ്ടമായ മഹത്വത്തെയും പ്രതാപത്തെയും വീണ്ടും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. തുടർന്ന് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ സത്യത്തെ ലോകത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. സലാത്ത് കൂടുതലായി ചൊല്ലുക എന്നത് ഓരോ അഹമ്മദിക്കും നിർബന്ധമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി നാം ഇങ്ങനെ മാറുന്നതാണ്. അള്ളാഹുവിന്റെ ശബ്ദത്തിന് ലബ്ബൈക് പറയുന്നവരായി നമ്മൾ മാറേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹവും പ്രേമവും അതിന്റെ വാദം യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. വെറും മുദ്രാവാക്യങ്ങളെ കൊണ്ടോ പ്രകടനങ്ങളെ കൊണ്ടോ ഈ കടമ നിറവേറ്റപ്പെടുന്നതല്ല. ഇത് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിന്റെ കടമ നിറവേറ്റാൻ ഓരോ അഹമ്മദിയും കോടിക്കണക്കിന് സലാത്തും സലാമും ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ഹൃദയവേദനയോടുകൂടി റസൂൽ തിരുമേനിയുടെ പേരിൽ ചൊല്ലുക. അത് അർശിലെത്തുമാറാകട്ടെ. ഇത് തോക്കിന്റെ ഉണ്ടയേക്കാൾ ശത്രുക്കളെ അവസാനിപ്പിക്കാൻ ഫലം ചെയ്യുന്നതാണ്. ഈ സലാത്തുകൾ സലാത്ത് ചൊല്ലേണ്ട രീതിയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ശിഷ്യന് എഴുതിയ കത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പ്രവർത്തനം ആചാരത്തിൽ നിന്നും ശീലത്തിൽ നിന്നും പൂർണ്ണമായും മുക്തമായിരിക്കണം. ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴും വെറും ആചാരം ഒരു ശീലം എന്നുള്ള നിലയിലല്ല ചെയ്യേണ്ടത്. ഹൃദയാവേശത്തിന്റെ തള്ളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതായി തീരേണ്ടതാണ്. അതിനെ ആചാരങ്ങളിൽ നിന്നും പരിശുദ്ധമാക്കി ഹൃദയത്തിന്റെ ആവേശത്താൽ നിങ്ങൾ അത് ചൊല്ലണം. ഉദാഹരണം, സലാത്ത് സാധാരണ രീതിയിൽ പൊതുവിൽ ചൊല്ലുന്നത് പോലെ തത്ത ഉരുവിടുന്നത് പോലെ ചൊല്ലരുത്. അവർക്ക് തിരുനബിയോട് പൂർണമായ സ്നേഹമോ അതേപോലെ തിരുനബിക്ക് അനുഗ്രഹങ്ങൾ ശരിക്കും ലഭിക്കണം എന്ന ആത്മാർത്ഥതയോടെയോ അല്ല അവർ ചെയ്യുന്നത്.
അതിനാൽ സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പേ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിക്കണം. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വളരെയധികം വർദ്ധിച്ചിരിക്കണം. എത്രമാത്രമെന്നാൽ ലോകാരംഭം മുതൽ ഇതേവരെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് ഹൃദയം അംഗീകരിക്കണം. അതേപോലെ ഇതിനേക്കാളും സ്നേഹിക്കുന്ന ഒരാളും ഇനി ഉണ്ടാവുകയുമില്ല. ഇങ്ങനെയുള്ള സ്നേഹമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഒരിക്കലും തന്നെ ഇതിനേക്കാളും സ്നേഹിക്കാൻ പറ്റിയ ഒരാളും ലോകത്ത് ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോലെയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമില്ല സ്നേഹിക്കാൻ അർഹനായിരിക്കുന്ന വ്യക്തി. ഇത് സ്ഥാപിച്ചെടുക്കാനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവർ ഈ സ്നേഹത്തിൽ എന്തെന്തെല്ലാം കഷ്ടപ്പാടുകളാണോ സഹിച്ചത്, ഇതിന്റെ പേരിൽ ഇനി അവരെന്തെല്ലാമാണോ സഹിക്കുക, ഈ സ്നേഹത്തിൽ എന്തെന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമോ, ഏതെല്ലാം രീതിയിൽ നമുക്ക് ആ പ്രയാസങ്ങൾ ഊഹിക്കാൻ സാധിക്കുമോ, അതെല്ലാം സഹിക്കാനായി ഹൃദയാത്മന തയ്യാറാവുക. അതായത് എന്തെങ്കിലും പ്രയാസങ്ങൾ റസൂൽ തിരുമേനിയുടെ സ്നേഹത്തിൽ നമുക്ക് സഹിക്കേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അതെല്ലാം നമ്മൾ സഹിക്കാൻ തയ്യാറാവുക. നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു രീതിയിലുള്ള പ്രയാസം ബുദ്ധിയിലോ ചിന്തയിലോ വരരുത്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ചെയ്യുന്നതിന് ഹൃദയത്തിൽ അല്പം സങ്കോചം തോന്നുന്ന ഒരു കൽപ്പനയും ഉണ്ടാകരുത്. അതേപോലെ ആ സ്നേഹത്തിൽ പങ്കാളിയാകുന്ന മറ്റൊരു വ്യക്തിയും ഹൃദയത്തിൽ ഉണ്ടാകരുത്. ഈ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ, ഞാൻ നേരിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നതുപോലെ അദ്ദേഹത്തിന് എഴുതുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുകയാണ്, സ്വലാത്ത് ചെല്ലേണ്ടത് അള്ളാഹു തന്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ തന്റെ പ്രവാചകനിൽ ഇറക്കുന്നതിനു വേണ്ടിയാകണം. അദ്ദേഹത്തെ എല്ലാ ലോകത്തേക്കും വേണ്ടി അനുഗ്രഹത്തിന്റെ ഉറവിടമാക്കി മാറ്റണം. അദ്ദേഹത്തിന്റെ മഹത്വവും പ്രതാപവും മഹിമയും ആ ലോകത്ത് പ്രകടമാക്കട്ടെ. ഈ ദുആ ഹൃദയാത്മന ആയിരിക്കണം. പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോടെ ദുആ ചെയ്യുന്നത് പോലെ ചെയ്യണം. അതിനേക്കാളും കൂടുതൽ ആവേശത്തോടെ ചെയ്യേണ്ടതാണ്. തന്റേതായ ഒരു ഭാഗവും അതിൽ ഉണ്ടാകാൻ പാടില്ല. ഇതുകൊണ്ട് എനിക്ക് ഈ നേട്ടം ലഭിക്കും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെടട്ടെ എന്നും അദ്ദേഹത്തിന്റെ മഹത്വം ഈ ലോകത്തും പരലോകത്തും പ്രക്ഷോഭിതമാകട്ടെ എന്നും കരുതിക്കൊണ്ട് ദുആ ചെയ്യുക. ഈ കാര്യത്തിനായി തന്റെ ശക്തി സർവ്വതും സമർപ്പിക്കുക. രാപ്പകൽ സ്ഥിരമായി ചെയ്യുക. ഇതിനേക്കാളും വലിയ ഒരു ലക്ഷ്യവും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. സ്ഥിരചിത്തതയോടെ ഇത് ചെയ്യണം. ഈ രീതിയിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിസ്സംശയം അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതാണ്. ഹൃദയ സാന്നിധ്യത്തിനുള്ള ഒരടയാളം ഇതാണ്. അധികം സമയവും കരച്ചിലും ഉള്ളുരുക്കവും ഉണ്ടാകുന്നതാണ്. ഇത് ശരീരത്തിൽ പൂർണ്ണമായും സ്വാധീനിക്കപ്പെടണം. എത്രമാത്രമെന്നാൽ ഉറക്കവും ഉണർവും എല്ലാം ഒന്നായിത്തീരണം. തന്റെ ഒരു ശിഷ്യന് കത്തെഴുതിക്കൊണ്ട് സലാത്ത് ചെയ്യുന്നതിന് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, തഹജ്ജുദ് നമസ്കാരവും സ്ഥിരമായി ചെയ്യുന്ന ദിക്റുകളിലും ശ്രദ്ധിക്കുക. തഹജ്ജുദ് എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. വെറുതെ ഇരിക്കുന്നതിൽ ഒന്നുമല്ല. ഒന്നും ചെയ്യാത്തവനും അലസനും ഒരു വിലയുമില്ല. വഖാല അല്ലാഹു തആല വല്ലസീന ജാഹദു ഫീന ലനഹദിയന്നഹും സുബ്ലന. ആരാണോ എന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് അവർക്ക് നാം വഴി കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു പറയുന്നു. സലാത്ത് ഏറ്റവും ഉത്തമമായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും പുറപ്പെട്ടതാണ്. അതിതാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. പറയുന്നു,
ഭക്തനായ ഒരാളുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളിൽ തീർച്ചയായും അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഭക്തരുടെ നേതാവും പ്രവാചകരുടെ മേധാവിയുമായ വ്യക്തിയുടെ നാവിൽ നിന്നും നിർഗളിച്ച വാക്കുകൾ എന്തുമാത്രം അനുഗ്രഹപൂർണമായിരിക്കും എന്ന് ചിന്തിക്കുക. ചുരുക്കത്തിൽ വിവിധങ്ങളായ സലാത്തുകളുണ്ട്. അതിൽ മുകളിൽ പറഞ്ഞതാണ് ഏറ്റവും അനുഗ്രഹപൂർണമായിട്ടുള്ളത്. ഈ വിനീതൻ ഇതാണ് ചെയ്യുന്നത്. മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ വിനീതൻ ഇതാണ് ചൊല്ലാറുള്ളത്. എണ്ണം കണക്കാക്കേണ്ട ആവശ്യമില്ല. ആത്മാർത്ഥതയും സ്നേഹവും പ്രത്യേക ശ്രദ്ധയും ഭക്തിയോടും ചൊല്ലുകയാണ് വേണ്ടത്. പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നതുവരെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഹൃദയത്തിൽ ഒരു വിശാലതയും താൽപര്യവും ഉണ്ടാകണം. അള്ളാഹു ഈ ആത്മാവ് നമ്മളിൽ ഉണ്ടാക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും അർശിലെത്തുന്ന സലാത്ത് വരുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ആത്മാവും അതിൽ നിന്നുകൊണ്ട് നിറയട്ടെ. നമ്മളിൽ പലരും തന്നെ സലാത്ത് ചെല്ലുന്നവരുണ്ട്, വളരെ ആത്മാർത്ഥതയോട് സലാത്ത് ചെല്ലുന്നവരുണ്ട്, വേദനയോടുകൂടി സലാത്ത് ചെല്ലുന്നവരുണ്ട്. അതിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അള്ളാഹു ഈ രീതിയിൽ സലാത്ത് ചെല്ലുന്നവരുടെ എണ്ണം അള്ളാഹു ജമാഅത്തിൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതിന്റെ ഫലം ജമാഅത്തി തലത്തിലും ജമാഅത്തിലെ വിജയത്തിലും കാരണമായിത്തീരുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സലാത്ത് ചെല്ലുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പലരും തന്നെ ഈ രീതിയിൽ ഇതിന്റെ അടുത്തുവരെ എത്തുന്നുണ്ട് സലാത്ത് ചെല്ലുന്നതിന്. എന്നാൽ ഇത് പ്രത്യേകമായൊരു ആകർഷണീയമായ രീതിയാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. റസൂൽ തിരുമേനിയുടെ സ്നേഹം ഇത് വർദ്ധിപ്പിക്കുന്നു. ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ജ്ഞാനം ഇത് നമുക്ക് നൽകുന്നു. പറയുന്നു, നാം മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഈ ദുആ നമ്മുടെ പദവി ഉയരുന്നതിന് ഒരു തരത്തിൽ കാരണമായി തീരുന്നു. നാം സ്വലാത്ത് ചെല്ലുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി ഉയർന്നതോടൊപ്പം നമ്മുടെ പദവിയും വർദ്ധിക്കുന്നതാണ്. ആ മഹാത്മാവിന് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അദ്ദേഹം മുഖേന നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അതിന്റെ ഉദാഹരണം ഇപ്രകാരമാണ്. അരിപ്പയിൽ നാം ഒരു വസ്തു ഇടുമ്പോൾ അതിൽ നിന്നും പുറപ്പെട്ട് താഴെയുള്ള തുണിയിൽ അത് പതിക്കുന്നു. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ഉമ്മത്തിനായി അരിപ്പയെ പോലെയാക്കിയിരിക്കുന്നു. അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും ഒരു ഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്നു. ആ അനുഗ്രഹങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് ലഭിക്കുന്നു. നാം സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അതിന് പകരമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികളെ ഉയർത്തുന്നു. അപ്പോൾ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം തീർച്ചയായും പറയുന്നു, ഈ ഉപഹാരം ഇന്ന വിശ്വാസിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഇന്ന മുഅ്മിനാണ് ഈ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നമുക്കായി ദുആയുടെ ആവേശമുണ്ടാകുന്നു. അള്ളാഹു ആ മഹാത്മാവിന്റെ ദുആ കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. പറയുന്നു, ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിൽ ദുആക്കായി പോകുമ്പോൾ ഞാൻ അനുവർത്തിക്കുന്ന രീതി ഇതാണ്. ആദ്യം ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുആ ഇതാണ് ചെയ്യാറുള്ളത്. അള്ളാഹുവേ, ഈ രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾക്കായി നൽകാൻ എന്റെ കയ്യിൽ ഒരു ഉപഹാരവുമില്ല. എന്റെ പക്കലുള്ളത് അവർക്കൊരു പ്രയോജനം ചെയ്യില്ല. എന്നാൽ നിന്റെ പക്കൽ എല്ലാമുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. നീ എന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞ് എന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ അവർക്ക് ഒരു ഉപഹാരം നൽകണമേ. അത് സ്വർഗത്തിൽ അവർക്ക് ഇതുവരെ ലഭിക്കാത്തതായിരിക്കണം. അപ്പോൾ അവർ ചോദിക്കും, അള്ളാഹുവേ, ഈ ഉപഹാരം എവിടെ നിന്നാണ്? അള്ളാഹു തൂഫ നൽകുമ്പോൾ, ഉപഹാരം നൽകുമ്പോൾ അവർ ചോദിക്കും, ആരിൽ നിന്നാണ് ഇത് ലഭിച്ചത്? അപ്പോൾ അള്ളാഹുവരോട് പറയും, ഇത് ഇന്ന വ്യക്തിയിൽ നിന്നാണ് എന്ന് പറയും. അപ്പോൾ അവർക്കായി അവർ ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ദുആ ചെയ്യുന്നവരുടെ പദവിയും ഉയർന്നതാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിയുന്ന ഒരു കാര്യം. ഇസ്ലാം ഇത് അംഗീകരിക്കുന്നതാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതായത് ദുആ മരിച്ചവർക്ക് തീർച്ചയായും ഫലം ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഫഹയ്യു ബി അഹ്സനി മിൻഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അതായത് നിങ്ങൾക്ക് വല്ല ഉപഹാരവും ആരെങ്കിലും നൽകിയാൽ അതിനേക്കാളും ഉത്തമമായത് അവർക്ക് നൽകുക. ചുരുങ്ങിയ പക്ഷം
അവർ തന്ന അത്രയെങ്കിലും തിരിച്ചു നൽകുക. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി ദുആ ചെയ്യുമ്പോൾ, വാഗ്ദത്ത മസീനായി ദുആ ചെയ്യുമ്പോൾ, അവർക്ക് സലാത്ത് ചൊല്ലുമ്പോൾ, അള്ളാഹു നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ദുആയുടെ ഫലമായി അവർക്ക് വല്ല ഉപഹാരങ്ങളും സമർപ്പിക്കുന്നതാണ്. സ്വർഗത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല, അള്ളാഹുവിന് അതെല്ലാം അറിയാം. അതുകൊണ്ട് നാം ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുവരെ ലഭിക്കാത്ത ഉപഹാരം നീ നൽകണമേ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഉപഹാരം സമർപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു കൂടെ പറയുന്നുണ്ടാകും, ഇത് ഇന്ന വ്യക്തി നൽകിയ ഉപഹാരമാണ്. അപ്പോൾ ഇതറിഞ്ഞ് മിണ്ടാതിരിക്കുമോ? ഉപഹാരം നൽകുന്നവന് തിരിച്ചു ഉപഹാരം നൽകുകയില്ലേ? അപ്പോൾ അവരുടെ ആത്മാവ് ഉടനെ ദൈവസവിധത്തിൽ വീണുകൊണ്ട് പറയും, അള്ളാഹുവെ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ വ്യക്തിക്ക് ഉത്തമമായ പ്രതിഫലം നൽകണമേ. ഇതേപോലെ ഫയ്യൂബി അഹ്സന മിൻഹ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ദുആ സലാത്ത് ചെയ്യുന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഈ വ്യക്തിയുടെ പദവി ഉയരുന്നതിനും ഇത് കാരണമായി തീരുന്നതാണ്. മറ്റു രീതിയിലുള്ള ശിർക്ക്പരമായ ഒരു പ്രവൃത്തിയും കൂടാതെ നമുക്ക് ഫലമെടുക്കാനും സമൂഹത്തിലും ഫലമെടുക്കാൻ കഴിയുന്ന ഒരു മാർഗമാണിത്. ഇവിടെ വ്യക്തിപരമായും സമൂഹപരമായുമുള്ള ഗുണം ലഭിക്കുന്നതാണ്. അങ്ങനെ സലാത്ത് ചെല്ലുന്നതിലൂടെയും ദുആ ചെയ്യുന്നതിലൂടെയും നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുഖേന ജമാഅത്തിന്റെ പുരോഗതി കൈവരിക്കുന്നതാണ്. ജമാഅത്ത് പുരോഗതി കൈവരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി സലാത്ത് ചെല്ലുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. അങ്ങനെ എതിരാളികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതാണ്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്നതും അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ എന്നുള്ളത് വേറെ വേറെ എന്തിനാണ് പറഞ്ഞത്? ഇതിന്റെ വിശദീകരണം ഭാഷാ നിഘണ്ടുക്കളിൽ നൽകിയിരിക്കുന്ന ഇപ്രകാരമാണ്. ഭാഷാടിസ്ഥാനത്തിൽ അസ്വലാത്ത് എന്നതിന്റെ ഒരർത്ഥം ബഹുമതി എന്നുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്നതിന്റെ അർത്ഥം ഇതാണ്: അള്ളാഹുവെ, നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ ലോകത്ത് മഹത്വപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ സന്ദേശത്തിന് വിജയവും ഉന്നതി നൽകിക്കൊണ്ട്, ഇദ്ദേഹത്തിന്റെ ശരീഅത്തിന് സ്ഥായിയായ അസ്തിത്വം നൽകിക്കൊണ്ട് മഹത്വം നൽകണമേ. ആഖിറത്തിൽ ഇദ്ദേഹത്തിന്റെ ഉമ്മത്തിനായുള്ള ഷഫാഅത്ത് സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രതിഫലം പല മടങ്ങ് വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കണമേ. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ധരണികളിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഭാഷാടിസ്ഥാനത്തിൽ ഞാൻ നൽകിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഞാൻ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തിൽ അള്ളാഹു ബാരിക് അലാ മുഹമ്മദിൻ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം, അള്ളാഹുവെ, ഏതൊരു മഹത്വവും പദവിയും അത്യുന്നതിയും നീ തിരുനബിക്ക് വിധിച്ചിട്ടുണ്ടോ അത് അദ്ദേഹത്തിന് നൽകണമേ, അതിന് സ്ഥായിത്വം നൽകണമേ. ചുരുക്കം ഇതാണ്: അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്നതിൽ തിരുനബിയുടെ ശരീഅത്തിന്റെ വിജയവും സ്ഥായിത്വവും ഉമ്മത്തിനായി ഷഫാഅത്ത് ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് എന്നതിൽ തിരുനബിയുടെ മഹത്വവും അഭിമാനവും പ്രതാപവും എപ്പോഴും നിലനിൽക്കുന്നതിനുള്ള ദുആയാണ്. അള്ളാഹു നമുക്ക് ശരിയായ രീതിയിൽ സലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സലാത്ത് മുഖേന അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. അതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ എപ്പോഴും മുന്നേറുന്നവരായി നാം മാറട്ടെ. തിരുനബിയുടെ ശരീഅത്തിനെ പ്രചരിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മുടെ കഴിവുകളെ വിനിയോഗിക്കുന്നവരായി നാം മാറട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് നിന്ന് ഫിത്നയും കുഴപ്പവും ഉന്മൂലനം വരുത്തുന്നതിന് പ്രവർത്തിക്കുന്നവരായി നാം മാറട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ 2 ജനാസ ഗായിബ് ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ ജനാസ അബ്ദുൽ ഖാദിർ സാഹിബ് ദഹലവി ദർവേഷ് ഖാദിയാൻ, ജനുവരി 10, 2015 97-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മുഹ്തറം ഡോക്ടർ അബ്ദുർ റഹീം സാഹിബ് സഹാബി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായിരുന്നു. മദ്രസ അഹമ്മദിയയിൽ മൗലവി ഫാസിൽ പാസായി. ഖാദിയാനിൽ ചുവടെ പറയുന്ന വിവിധ വകുപ്പുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
മുഅല്ല അഹമ്മദിയയിലെ ജനറൽ സെക്രട്ടറി, ദീർഘകാലം നായിബ് നാസർ ദഅവത്ത് തബ്ലീഗ്, മുആവിൻ നാസറായ നാസിൻ ജായിദാദ്, ഖാദി സിൽസില, ഓഡിറ്റർ സർവഞ്ചമൻ അഹമ്മദിയ, സെക്രട്ടറി ബെഷ്തി മക്ബറവ, നായിബ് സദർ മജ്ലിസ് അൻസാറുള്ള, ദാസ്താനെ ദർവേഷ് ബസബാനെ ദർവേഷ് എന്ന അദ്ദേഹത്തിന്റെ ഒരു ലേഖനം മിഷ്കാത്തിൽ നവംബർ 2003 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതുന്നു, ഹദ്റത്ത് മീർ മുഹമ്മദ് ഇസാഖ് സാഹിബ് മദ്രസ അഹമ്മദിയിൽ ഹദീസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിസ്രിൽ പോയി പഠിക്കാനായി അപേക്ഷ നൽകുക. ഞാൻ അപേക്ഷ നൽകി സംഘാടകർക്ക്. അപ്പോൾ മറുപടി വന്നു, പാസ്പോർട്ട് ഉണ്ടാക്കാൻ പണമില്ലാത്ത ആള് മിസ്രിൽ എങ്ങനെ പോകാനാണ്? ഈ കാര്യം ഞാൻ മീർ സാഹിബിനോട് പറയുന്നു. 2 ദിവസത്തിന് ശേഷം ഞാൻ സ്വപ്നം കാണുന്നു. ഹദ്റത്ത് മൗലവി ഷേർ അലി സാഹിബ് റളിയല്ലാഹു തആല വന്നിട്ടുണ്ട്. പറയുന്നു, അബ്ദുൽ ഖാദർ മിസ്ർ. ഈ സ്വപ്നം മീർ സാഹിബിനെ ഞാൻ കേൾപ്പിച്ചു. പിന്നീട് നടന്ന സംഭവം ഇപ്രകാരമാണ്. 2ാം ലോക യുദ്ധത്തിന്റെ കാലമായിരുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് പോയി സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ സൈന്യത്തിൽ പ്രവേശിച്ചു. പട്ടാളക്കാർക്ക് വിശ്രമത്തിനായി ആഴ്ച 10 ദിവസം അവധി നൽകാറുണ്ട്. ഇദ്ദേഹം അങ്ങനെ മിസ്രിൽ എത്തി. ഞാൻ അവധി ആഘോഷിക്കാനായി റോമിലേക്ക് പോകാൻ തീരുമാനിച്ചു, ഇന്ത്യയിൽ വരാതെ. അവിടെ ചർച്ചിന് ചേർന്നുകൊണ്ട് ഒരു വലിയ ഹാളുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം തിങ്കളാഴ്ച ഇവിടെ പോപ്പ് സാഹിബ് പ്രസംഗത്തിനായി വരും. വിശ്വാസികൾ അദ്ദേഹത്തെ ദർശിക്കും. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. ഞാൻ ഹാളിൽ പ്രവേശിച്ചു. ജനങ്ങൾ അവിടെ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. യുദ്ധം കാരണത്താൽ പോപ്പ് സാഹിബ് ആഗോള ശാന്തിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. എന്നിട്ട് സദസ്യരുടെ ഇടയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഞാൻ അടുത്തെത്തിയപ്പോൾ കൈ കൊടുക്കാനായി പോപ്പ് അദ്ദേഹത്തിന്റെ കൈ എന്നിലേക്ക് നീട്ടി. ഞാൻ അവിടെ നിന്നു, കൈപിടിച്ചു നിന്നു. ഞാൻ ഇസ്ലാമിന്റെ സന്ദേശം കൈപിടിച്ചോട് കേൾപ്പിച്ചു. ഹദ്റത്ത് മസീഹിന്റെ 2ാം വരവിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വന്നിട്ടുണ്ട്. ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വാഗ്ദത്ത മസീഹാണെന്ന് വാദിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. താങ്കളെയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. പോപ്പിന് ഈ സന്ദേശം അദ്ദേഹം എത്തിക്കുകയുണ്ടായി. എന്റെ വാക്കുകൾ പോപ്പ് സന്തോഷത്തോടെ കേട്ടു, സന്തോഷം പ്രകടിപ്പിച്ചു. അതിനുശേഷം അമേരിക്കയിലും യൂറോപ്പിലുമുള്ള സന്ദർശകർ എന്നെ ചുറ്റും കൂടി എന്റെ ധൈര്യത്തെ പ്രശംസിച്ചു. അവർക്കും ഞാൻ തബ്ലീഗ് ചെയ്തു. പോപ്പ് സാഹിബിന്റെ സന്ദർശനത്തിന്റെ വിശദീകരണം ഖലീഫത്തുൽ മസീഹ് സാനിക്ക് ഞാൻ അയച്ചു കൊടുത്തു. താരിഖ് അഹമ്മദിയത്തിൽ 9ാം വാള്യത്തിൽ പോപ്പിന്റെ ഇസ്ലാമിക സന്ദേശം എന്ന തലക്കെട്ടിൽ കാണാം. ദുആ സ്വീകാര്യതയുടെ കുറിച്ചുള്ള 3 ഈമാൻ വർധനവിനുള്ള സംഭവങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1969 ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണുള്ളത്. ദാരിദ്ര്യമുണ്ടായിട്ടും എല്ലാവരെയും ഉന്നത വിദ്യാഭ്യാസം നൽകി. എല്ലാവരും മറുനാടുകളിൽ താമസിക്കുന്നു. ഇസ്മായിൽ നൂരി സാഹിബ് ജർമ്മനിയിലാണ്. അദ്ദേഹത്തിന് വലിയ ജമാഅത്ത് പദവികൾ അലങ്കരിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. ജർവേശി കാലത്ത് ജനിച്ച ആദ്യത്തെ കുട്ടിയായിരുന്നു ഇദ്ദേഹം. ഭാര്യ കുറെ വർഷം മുമ്പേ വഫാത്തായിരുന്നു. ഒറ്റക്കാൾ ജീവിച്ചിരുന്നത്. പെൺമക്കൾ ജർമ്മനിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം എന്നോട് പറയരുത്. വർഷങ്ങളോളം ഖാദിയാനിൽ ഒറ്റക്ക് താമസിച്ചു. അവസാന ശ്വാസം വരെ ദർവേഷികളോട് ചെയ്ത ആ കരാറ് പാലിച്ചു. മൂസിയായിരുന്നു. മൂസികളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്തു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തട്ടെ. മക്കളെയും ഇദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്നവരാക്കി മാറ്റട്ടെ. 2ാമത്തെ ജനാസ മുക്കറമ മുബാറക്ക ബീഗം സാഹിബം ബഷീർ അഹമ്മദ് സാഹിബ് ഹൈഫിസാബാദി മർഹൂമിന്റെ ഭാര്യയാണ്. ദർവേഷ് ഖാദിയാൻ 3 ജനുവരി 2015 83-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഫി അഹമ്മദ് സാഹിബാണ് പിതാവ്. മുഥ യുപിയിലെ സദർ ജമാഅത്തായിരുന്നു. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം 1947 വിഭജനത്തിന് ശേഷം പാകിസ്ഥാനും വിവാഹം നടത്താൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ ദർവേശുകൾ ഇന്ത്യയിൽ തന്നെ വിവാഹം നടത്തുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഷീർ അഹമ്മദ് സാഹിബ് ഹൈഫിസാബാദിക്ക് 1981 യുപിയിൽ നിന്നും വിവാഹബന്ധം ലഭിച്ചു. ഭാര്യ നമസ്കാരം, നോമ്പ് എന്നീ കാര്യത്തിൽ കൃത്യനിഷ്ഠതയുള്ളവരായിരുന്നു. നല്ല സ്ത്രീയായിരുന്നു. ജമാഅത്തിലെ പദ്ധതികൾക്കായി തന്റെ ആഭരണങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ദീർഘകാലം ക്ഷമയോട്
ദർവേശി കാലം ഭർത്താവിനോടൊപ്പം കൃതജ്ഞതയോടെ ജീവിച്ചു. എല്ലാ അവസ്ഥയിലും അദ്ദേഹത്തോടൊപ്പം നിന്നും. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടുത്തെ അവസ്ഥ വളരെ നല്ലതാണ്. തുടക്കത്തിൽ ആദ്യകാലത്ത് ദർവേശികളുടെ അവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു. ഖിലാഫത്തിനോട് നല്ല ആത്മബന്ധമായിരുന്നു. ഒരു മകൻ മുനീർ അഫ്സാബാദി വക്കീലെ ആല തരി ജദീദ് ഖാദിയാനിലാണ്. മാനേജ്മെന്റ് കമ്മിറ്റി ഫസൽ ഉമർ പ്രസിന്റെ സദറാണ്. വഖഫെ ജിന്ദഗിയാണ്. രണ്ടാമത്തെ മകൻ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നു. 3 പെൺകുട്ടികൾ പാകിസ്ഥാനിലുണ്ട്. വഫാത്താകുമ്പോൾ 2 പെൺകുട്ടികൾ അടുത്തുണ്ടായിരുന്നു. മൂസിയ ആയിരുന്നു. ബെഷ്തി മക്ബറയിൽ മറവ് ചെയ്തു. അള്ളാഹുവിന്റെ പദവി ഉയർത്തട്ടെ. മക്കളിലും അഹമ്മദിയത്ത് തുടർന്നു പോവുക മാത്രമല്ല, ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ അവരുണ്ടാകട്ടെ. ശാസ്ത്രത്തിലും ദൃഢജ്ഞാനത്തിലും അവർ മുന്നേറുന്നവരായി മാറട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.